മുഖ്യമന്ത്രി ഇതുവരെ ഒന്നും മിണ്ടിയതായി അറിവില്ല. കഴിഞ്ഞ ദിവസവും ഒന്നും മിണ്ടിയില്ല, വീട്ടിൽ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂർ എയർപോർട്ട് വഴി തിരുവനന്തപുരത്തേക്ക് വന്നിട്ടുണ്ടാകണം, AKG സെൻറ്ററിലോ ക്ലിഫ് ഹൗസിലോ പോയിട്ടുണ്ടാകണം. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഈ ഒരു നിമിഷം വലിയ അറിവൊന്നുമില്ല. അറിവ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരെ അറിയിക്കാം. ഒന്നും മിണ്ടിയിട്ടില്ല. ഇത്രയും വലിയ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് തന്നെയാണ്. പാർട്ടിയെ നയിച്ചത്, മുന്നണിയെ നയിച്ചത് ഒക്കെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് ബോർഡുകൾ, ഓരോ 500 മീറ്ററിലും ഫ്ലക്സ് ബോർഡുകൾ വെച്ച് എല്ലാ കഥകളും PR വർക്കുകളും നടത്തി അദ്ദേഹത്തിൻ്റെ പടം, എൻ്റെ തല എൻ്റെ കട്ടൗട്ട് എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ തല എൻ്റെ ഉടൽ എന്ന് പറയുന്നത് പോലെ, സരോജ് കുമാർ പറയുന്നത് പോലെ നാടൊട്ടുക്ക് കട്ടൗട്ടുകൾ നിരത്തി 227 കോടി രൂപ ജനങ്ങളുടെ പണം PR വർക്കിന് മാത്രം ചെലവഴിച്ചു. ഇൻ്റർവ്യൂ ചാനലുകളിലൊക്കെ ധാരാളം ഇൻ്റർവ്യൂ, മോഹൻലാലുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് 11.5 ലക്ഷം രൂപ, എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല, ഒന്നും മിണ്ടിയിട്ടില്ല, ഉരിയാടിയിട്ടില്ല. ഗോവിന്ദൻകുട്ടി മിണ്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിൽ മിണ്ടാട്ടം ഇല്ലാതെ ഇരിക്കുകയാണോ ചെയ്യേണ്ടത്? നിയമസഭയിലൊക്കെ ഈ കൈകൾ ശുദ്ധമാണ്, നെഞ്ചുറപ്പുണ്ട്, ഞാൻ നേരിടും എന്നൊക്കെ വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രി, അല്ലെങ്കിൽ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് തോറ്റു കഴിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാട്ടമില്ല. പക്ഷേ തോൽവിക്ക് ന്യായീകരണവുമായി ചിലർ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെയും പറഞ്ഞു, M സ്വരാജിൻ്റെ ന്യായീകരണമൊക്കെ വരും. തെറ്റ് 1000 ശരികൾക്കിടയിൽ തെറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ഞങ്ങളെ ശിക്ഷിക്കണമായിരുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും എന്ന് സ്വരാജ് അത്തരം ചോദ്യങ്ങളുമായി എത്തും എന്ന് സ്വരാജിൻ്റെ വന്നിട്ടുണ്ട്. ഉദാസീനവും അരാഷ്ട്രീയവുമായ ചിന്ത വോട്ടർമാരെ സ്വാധീനിച്ചു. അവിടെയും വോട്ടർമാർക്കാണ് കുറ്റം. ജനമാണ് തോറ്റത് എന്ന് പറഞ്ഞ മഹാനാണിത്. ഇലക്ഷൻ തോറ്റപ്പോൾ ജനങ്ങളാണ് തോറ്റത്, പാർട്ടിയല്ല, മുന്നണിയല്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ പറയുന്നത് ജനങ്ങളെ പലതും സ്വാധീനിച്ചു, ജനങ്ങളാണ് തെറ്റ് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് M സ്വരാജിനെ പോലുള്ളവർ നടത്തുന്നത്. പിന്നെ എങ്ങനെ ഇവനൊക്കെ ജയിക്കും? പിന്നെ എങ്ങനെ ഇവനൊക്കെ അധികാരത്തിൽ വരും? ജനങ്ങൾ വോട്ട് ചെയ്താലേ ജയിക്കുകയുള്ളൂ. ജനങ്ങളാണ്, ജനാധിപത്യ രാജ്യമാണ്, ഇവിടെ ജനങ്ങളാണ് വലുത്, അതിനപ്പുറമൊന്നുമില്ല. നാടും ജനങ്ങളും തന്നെ അവരെ പരിഹസിക്കുകയും ആക്ഷേപിക്കുകയും വീണ്ടും ഇറങ്ങിയിരിക്കുന്നു. ഉദാസീനവും അരാഷ്ട്രീയവുമായ ചിന്ത. ഉദാസീനം അതായത് മടിപിടിച്ച ചിന്ത. അരാഷ്ട്രീയം, എല്ലാവർക്കും അരാഷ്ട്രീയം, ആർക്കും രാഷ്ട്രീയമില്ല, എല്ലാവരും രാഷ്ട്രീയത്തിൽ നിന്ന് മാറി. കേരളത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും രാഷ്ട്രീയമുണ്ട് എന്ന സാമാന്യ ബോധ്യം പോലും M സ്വരാജ് എന്ന ബുദ്ധിജീവിക്കില്ലേ? അതുപോലെ LDFൻ്റെ തോൽവി അനർഹമായ പരാജയമല്ലാതെ മറ്റൊന്നുമല്ല. അനർഹമായ പരാജയം അവിടെ തന്നെയാണ്. ഇവരെ സമ്മതിപ്പിക്കാൻ പാടാണ്. അർഹതയില്ലാത്ത പരാജയം, അതായത് ജയിക്കാൻ അർഹതയുണ്ടായിരുന്നു പക്ഷേ പരാജയപ്പെട്ടു, അത് അനർഹമായ പരാജയമാണെന്നാണ് M സ്വരാജ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുന്നവർക്ക് എന്താണ് തോന്നുന്നത്? ഇതുപോലെയുള്ള വാഗ്ധോരണികൾ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകില്ല. അതാണ് ആകെയുള്ളൊരു ഗുണം. സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകില്ല. അനർഹമായ പരാജയം, ഉദാസീന ഭാവം, അരാഷ്ട്രീയവാദം, ഇനി എന്തൊക്കെ പദങ്ങൾ വരാനുണ്ട്? ഇതെല്ലാം ജനങ്ങളുടെ തലയിൽ കെട്ടിവെച്ച്, ജനങ്ങളെ പരിഹസിച്ച്, ജനങ്ങൾ തോൽപ്പിച്ചതിന് അവരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന, അവരുടെ നേർക്ക് പല്ലിളിച്ച് കാട്ടുന്ന, തോറ്റു തുന്നം പാടിയിട്ടും അവരുടെ നേർക്ക് പല്ലിളിച്ച് കാട്ടുന്ന ഇത്തരം നാറിയ ഇടപാടുകൾ, ചീഞ്ഞു നാറിയ ഇടപാടുകൾ CPMൻ്റെ നേതാക്കൾ നിർത്തിയാൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാലത്തും രക്ഷപ്പെടില്ല. അത് വ്യക്തമായ സൂചനയാണ്. CPM എന്ന പാർട്ടി ഒരു കാലത്തും രക്ഷപ്പെടില്ല. കാരണം നിങ്ങൾക്ക് തിരുത്താൻ അറിയില്ല, നിങ്ങൾക്ക് ജനങ്ങളെ മനസ്സിലാക്കാൻ അറിയില്ല, നിങ്ങൾക്ക് തെറ്റിദ്ധരുത്തി മുമ്പോട്ട് പോകാൻ അറിയില്ല. നിങ്ങൾ ചെയ്യുന്നത് എന്തും ശരി, ഒരാളെ വെട്ടിക്കൊന്നാൽ അത് ശരി, അതിന് എന്തെങ്കിലും ഇത്തരത്തിൽ ന്യായീകരണങ്ങൾ കണ്ടെത്തും. അവൻ വധിക്കപ്പെടേണ്ടവനായിരുന്നു എന്ന് പറയും. ഒരാളെ കൊന്നുകഴിഞ്ഞാലും അതിൽ ന്യായം കണ്ടെത്തുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരത്തിൽ പലതും പറയും. കേരളത്തിലെ ജനങ്ങളെ പരിഹസിച്ച് അവരെ അരാഷ്ട്രീയവാദികളാക്കി, അവരെ ഉദാസീനരാക്കി, മടിയന്മാരാക്കി, അനർഹമായ പരാജയമാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് പറഞ്ഞ് ജനങ്ങളെ പുച്ഛിക്കുന്ന നിങ്ങൾക്ക് ഇനിയും പലതും കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ.